ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് റംലാനിൽ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. റംലാനായാൽ പിന്നെ നമുക്ക് രാവിലെ ചോറും കറി വെക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും ചില വീട്ടുകളിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ആ വക പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ വേഗം അടിക്കലും തുടക്കലും പിന്നെ ഡ്രസ്സ് ഒക്കെ അലക്കാനുള്ളതൊക്കെ അലക്കലും അതൊക്കെ കഴിഞ്ഞ് വേഗം കുളിയിന് സാധാ പതിവ് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് വേഗം പണികൾ കഴിച്ചേ പറ്റൂ. കാരണം നാളെ വീട്ടിലേക്ക് നോമ്പറക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ താഴെ അനിയത്തി ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ ഒരുപാട് വർഷങ്ങളോളായി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നോമ്പറന്നിട്ട്. അവൾ പിന്നെ എപ്പോഴും അവിടെ ആയ കാരണം കൊണ്ട് നോമ്പിന് അങ്ങനെ ഇവിടെ നാട്ടിൽ കൂടാറില്ല. അപ്പോൾ പിന്നെ അതിൻ്റേതായ തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. പിന്നെ അതുമല്ല, ഇന്നത്തെ ദിവസം നോമ്പ് അറിഞ്ഞിട്ടാണ് അവിടുന്ന് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേഗാണ്ട് പോയി കിടന്ന് പിറ്റേ ദിവസം നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അതുമല്ല, ഇവിടെ ഇക്കുള്ള കാരണം കൊണ്ട് ഇക്കാക്കും ഫുഡ് വേണം. പിന്നെ മോള് സ്കൂളിൽ പോയി. അവിടുന്ന് സ്കൂളിൽ നിന്ന് നേരെ ബസ്സിന് അങ്ങോട്ടാണ് പോയത് കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ തലേ ദിവസം അത്താഴം കഴിച്ചതിൻ്റെ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് കഴുകാൻ വെച്ചിട്ട് ഒന്ന് വയ്യാണ്ടായി. അപ്പോൾ അത് കുറച്ച് ചെറിയൊരു മടിയും തോന്നിയപ്പോൾ അങ്ങനെ വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ അവിടെ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാണ് കേട്ടോ. ഇന്ന് മോനായിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പറന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും ചെയ്യാം. അപ്പോൾ രാവിലത്തെ അടിക്കലും തുടക്കലും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ തിരുമ്പിയിട്ട് ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ നോമ്പറക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ വന്നതിന് ശേഷം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോഴി മേടിച്ചതിൻ്റെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അധികം ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് വേഗം സാധാരണ അടുപ്പത്താണ് വെക്കാറ്. ഇന്നിപ്പോൾ അത് പോണ കാരണം കൊണ്ട് വേഗം കുക്കറിൽ വെച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടോ. പിന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കാനൊന്നും നിന്നില്ല. പത്തിരി ആകുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇക്കാക്ക് അത്താഴത്തിനും കൂടെ കഴിക്കാമല്ലോ. അത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ അത് ആവിയിൽ ചൂടാക്കിയിട്ട് കഴിച്ചോളും. ഇവിടെ ആണെങ്കിലും പൊരിക്കടി ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടം കോളിഫ്ലവർ പൊരിക്കലാണ് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലും ഇവിടെ മേടിക്കാറ്. അപ്പോൾ അത് മേടിച്ച് പൊരിച്ചു. പിന്നെ ഒരു തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും എടുത്തു. വേറൊന്നും ചെയ്യാനും നിന്നില്ല. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞേക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടോ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടണേ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.